ഹായ് കൂട്ടുകാരെ, സംരക്ഷണം നൽകേണ്ട അച്ഛൻ തന്നെ അവളോട് ഇങ്ങനെ ചെയ്തല്ലോ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ഒരച്ഛൻ്റെയും മകളുടെയും കഥയാണ്. ഇവളുടെ പേര് ഉണ്ണിമായ. അച്ഛൻ മാത്രമാണ് ഇവൾക്കുള്ളത്. ചെറുപ്പത്തിലെ ഇവളുടെ അമ്മ മരിച്ചു. ഇവൾ 10ാം ക്ലാസ് വരെ പഠിച്ചോളൂ. സാമ്പത്തികമായി വളരെ ദാരിദ്ര്യം ഉള്ള വീട്ടിലാണ്. അച്ഛന് കൊല്ലപ്പണിയാണ്. ഇവൾ അച്ഛനെ സഹായിക്കുന്നു. വേറെ പണിക്കൊന്നും പോകുന്നില്ല. ഇവരുടെ വീട് ഒരു പുഴയുടെ നടുക്കാണ്. ഒരു കുട്ടിക്ക് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഏറ്റവും കൂടുതൽ സംരക്ഷണം നൽകേണ്ടത് അവരുടെ വീട്ടിൽ നിന്നാണല്ലോ. പ്രത്യേകിച്ച് അച്ഛൻ്റെ അടുത്തു നിന്നാണ് ഏറ്റവും കൂടുതൽ സംരക്ഷണം കിട്ടേണ്ടത്, ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും. ഈ കഥ അതുപോലൊരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. പതിവ് പോലെ പണിക്കിടയിൽ പണി കഴിഞ്ഞു വൈകുന്നേരമായി. അച്ഛൻ പറഞ്ഞു, ഇനി മോള് നിൽക്കണ്ട, മോള് പോയി പണി ചെയ്തു വന്ന്. അത് കഴിഞ്ഞപ്പോൾ പണിയെല്ലാം കഴിഞ്ഞ് അച്ഛനും അവിടെ നിന്ന് ഇറങ്ങി. മോള് പോകുന്നത് കാണുമ്പോൾ ഇപ്പോഴാണ് കേട്ടോ ശരിക്ക് ഈ സ്ഥലം കാണിക്കുന്നത്. ആകെ ഇവിടെ ഉള്ളത് ഒരു 2 കുടിലാണ്, ഒരു ചെറുതും ഒരു വലുതും. ഈ വലുതാണ് കേട്ടോ ഇവരുടെ പണിസ്ഥലം. പിന്നുള്ളത് ശുചിമുറിയും. അടുത്ത സീനിൽ കാണിക്കുന്നത് കുറച്ച് ആളുകളെയാണ്. അതിലൊരുത്തനാണെങ്കിൽ ഫോൺ വിളിക്കുകയാണ്. ഫോൺ വിളിച്ച് സാധനം റെഡിയായെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഈ കൊല്ലനെയാണ് കേട്ടോ വിളിക്കുന്നത്. എന്തോ സാധനം പണിയാൻ കൊടുത്തിട്ടുണ്ട്, ഇന്ന് തന്നെ കിട്ടണം, ഇന്ന് എനിക്ക് വർക്കുള്ളതെന്ന് പറയും. ഇന്ന് തന്നെ തരാം, സാധനം റെഡി ആയിട്ടുണ്ട്, എനിക്ക് ഫുള്ള് ക്യാഷ് ഇന്ന് തന്നെ കിട്ടണം. അങ്ങനെ ഇന്ന് വൈകിട്ട് വരാമെന്നൊക്കെ പറഞ്ഞ് ഫോൺ വെച്ചു. ഫോൺ വെച്ചതിന് ശേഷം ഇയാളുടെ നോട്ടവും മുഖഭാവവും ഒക്കെ മാറി കേട്ടോ. ഇയാൾ ഇപ്പോഴാണ് ശരിക്ക് ഇയാളുടെ സ്വഭാവം എന്താണെന്ന് നമ്മൾ അറിയുന്നത്. ഒരുപാട് നാളായിട്ട് ഇയാൾ ഇങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. സംരക്ഷണം കൊടുക്കേണ്ട സ്ഥാനത്ത് ഇയാൾ, മകൾക്കാണെങ്കിൽ അമ്മയില്ല, ഇയാൾ മാത്രമേ ഉള്ളൂ, അച്ഛൻ മാത്രമേ ഉള്ളൂ. അവൾ എന്ത് ചെയ്യുമല്ലേ, ഒരു നിസ്സഹായ അവസ്ഥയാണ്. അത് ഇയാൾ മുതലെടുക്കുകയാണ്. ഒരുപാട് നാളായിട്ട് ഇങ്ങനെയാണ് കേട്ടോ ഇവിടെ നടക്കുന്നത്. ഇവൾക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അടുത്ത് വേറെ വീടുകളോ ആളുകളോ ഒന്നുമില്ല. അങ്ങനെ ആ സീൻ കഴിഞ്ഞു. പിന്നെ കാണിക്കുന്നത് നേരത്തെ കാണിച്ചില്ലേ, അവർ ഒരു ജീപ്പായി വന്ന് ഇവിടെ നിൽക്കുന്നു. ഒരു പുഴയുടെ സൈഡിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതിൽ ഫോൺ വിളിച്ച ആൾ പറയും, ഞാൻ അക്കരെ പോകാം, നിങ്ങളിവിടെ നിൽക്കുന്നു. അങ്ങനെ ഇവരെ എല്ലാം ഇവിടെ ആക്കിയിട്ട് അയാൾ തോണി കയറി അക്കരെ പോവാണ്. ഇയാൾ നേരെ ചെല്ലുന്നത് ഈ കൊല്ലൻ്റെ അടുത്തേക്കാണ്. സാധനം റെഡിയായോ, പൈസയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ കൊല്ലനാണെങ്കിൽ സാധനം കൊണ്ടേ കൊടുക്കും കേട്ടോ. സംഭവം ഒരു വാക്കത്തിയാണ്. ഇന്ന് എവിടെയാണ് വർക്കെന്ന് ചോദിക്കും. അപ്പോഴാണ് ട്വിസ്റ്റ്, ഇന്ന് ഇവിടെ തന്നെയാണ് വർക്കെന്ന് പറഞ്ഞുകൊണ്ട് കൊല്ലൻ്റെ പണി തീർക്കും. സംഭവം എന്താണെന്ന് വെച്ചാൽ, ഈ മകള് ഇവർക്ക് കൊടുത്ത പണിയാണ്. അതായത് അച്ഛൻ്റെ ഉപദ്രവം സഹിക്കാൻ വയ്യാതെ അച്ഛനെ തീർക്കാൻ കൊടുത്തു. പിന്നെ ഈ മകൾ ഇയാളുടെ കൂടെ പോവുകയാണ്. നല്ലൊരു മെസ്സേജുള്ള വെബ് സീരീസാണ് കേട്ടോ, എനിക്കിഷ്ടപ്പെട്ടു. വെബ് സീരീസിൻ്റെ പേര് ആല എന്നാണ്. സെർച്ച് ചെയ്താൽ ഫുള്ളായിട്ട് കാണാൻ പറ്റും. അങ്ങനെ താല്പര്യമുള്ളവർ കാണുക. അപ്പോൾ ഗൈസ്, അടുത്ത വീഡിയോയിൽ കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.